My name is Pratyash Thomas, and I am serving at a church in Tampa, Florida called Arise Church. And I'm a missionary called to preach the gospel in places where gospel has not yet reached. I am blessed with one wife and two children. And together with my wife and two young daughters, we have the privilege of serving God. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കുടുംബമായിട്ട് നിൽപ്പാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് ദൈവം ഇടയാക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക. നിങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ വചനത്തെ പങ്കുവെക്കുവാൻ ദൈവം ഒരുക്കിയ അവസരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങൾ കർത്താവ് നിങ്ങളോട് ശക്തമായി തന്നെ സംസാരിക്കും. ആമേൻ. ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല, പ്രസംഗിക്കുന്ന ആളുകളുടെ വലുപ്പമോ ചെറുപ്പമോ പ്രസിദ്ധിയോ ഒന്നുമല്ല. കർത്താവ് നമ്മെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു ഉണർവിൻ്റെ സമയത്താണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആര് സംസാരിച്ചാലും ദൈവ നിയോഗത്തോടെ ദൈവം പറയുന്ന ആലോചനകൾ നാം ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹമായിരിക്കും. I was told to minister bilingual, so I'll try my level best to help our young brothers and sisters to understand this message that I want to share with you. Since I'm a missionary, I would love to share some mission stories along with what I'm preaching, but don't take it as a storytelling session. I believe that God is going to empower us. Amen. Hallelujah. For tonight's meditation, I want to turn your attention to the book of Hebrews chapter 5 verses 7. ഇന്ന് രാത്രിയിലെ വചനധ്യാനത്തിനായി എബ്രായ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. I'm going to read this verse in NLT translation in English and then in Malayalam. It says like this in English: while Jesus was here on earth, he offered prayers and pleadings with a loud cry and tears to the one who could rescue him from death. And God heard his prayers because of his deep reverence for God. മലയാളത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. And I always wonder, Jesus being the Son of God had to pray with tears and with great surrender. How much more we as believers, we as sons and daughters of God, has to come before God with a surrendered heart and with a tearful eyes. യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ ഒരു പ്രാർത്ഥനയുടെ മാതൃക ഇന്ന് രാത്രിയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതത്തിന് വലിയ രൂപാന്തരങ്ങൾ സംഭവിക്കും. As I was preparing this message, I was looking through, famous quotes of preachers, and I found this quote by this great preacher called Charles Spurgeon, who said like this: "You can draw near to God even though you cannot say a word." ഒരു വാക്കുപോലും നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ദൈവത്തോട് അടുക്കാൻ കഴിയും. His next word is like this: a prayer may be crystallized in a tear, and a tear is enough water to float a desire to God. താൻ പറയാണ്, ഒരു വ്യക്തിക്ക് ദൈവത്തോട് സംസാരിക്കുവാൻ, ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ ഒരു വാക്കിൻ്റെ ആവശ്യമില്ല. അവൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീർ തന്നെ അവനെ ദൈവത്തെങ്കിലേക്കും ദൈവ ആശ്രയത്തിലേക്കും അടുപ്പിക്കുന്ന ഒന്നാണ്. ഞാൻ അവിടെ നിന്നുകൊണ്ടൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് പണ്ട് കരയുന്നത് പോലെ ഇന്ന് കരയാൻ കഴിയുന്നുണ്ടോ? ഒരു നല്ല ചോദ്യമാണ്. എപ്പോഴാണ് നമ്മൾ കരയുന്നത്? നമ്മൾ കരയുന്നതും യേശു കരഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? We often cry in our pain. We often cry when we go through challenges. We often cry when we are alone. We often cry in our times of crisis. നമ്മുടെ കണ്ണുനീരും നമ്മുടെ വേദനയും നമ്മുടെ നിലവിളിയും ഒക്കെ വരുന്നത് നമ്മുടെ ജീവിത സാഹചര്യത്തിന് മാറ്റം വരുമ്പോഴാണ്. എന്നാൽ ജീവിതത്തിൽ എല്ലാം സുഗമമായി കടന്നു പോകുമ്പോൾ, when life is going in its flow and when there is everything is going good, there are no tears in our eyes because everything is good. Our tears are often a reflection of the challenges that we face.
But if you look into the life of Jesus and if you dive deep into the reason why he cried, he did not cry because of the challenges that he faced. And I'm going to prove it this evening why Jesus cried, or what were his tears for. യേശു ഭൂമിയിൽ കരഞ്ഞത് തനിക്ക് ആഹാരത്തിന് വേണ്ടിയല്ല, വസ്ത്രത്തിന് വേണ്ടിയല്ല, ഈ ഭൂമിയിലെ സുഖകരമായൊരു ജീവിതത്തിന് വേണ്ടിയല്ല. നമ്മുടെ കരച്ചിലും നമ്മുടെ വേദനകളും അത് ഞാൻ വിമർശിക്കുകയല്ല, എല്ലാ മനുഷ്യനും അങ്ങനെയാണ്. നമ്മുടെ കണ്ണുനീര് വരുന്നത് ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വർദ്ധിക്കുമ്പോഴാണ്. എന്നാൽ യേശുവിൻ്റെ പ്രാർത്ഥന, കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥന നമുക്ക് ഒരു ചൂണ്ടുപലകയാണ്. ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയും ഇല്ലാത്തപ്പോഴും, ജീവിതത്തിൽ ഒരു കഷ്ടവും ഇല്ലാത്തപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന ഒരു ദൈവപൈതലിന്, അവൻ്റെ സാന്നിധ്യത്തിലേക്ക് കയറി ചെല്ലുന്ന ഒരു ദൈവപൈതലിന് കണ്ണുനീരോടെ അല്ലാതെ പ്രാർത്ഥിക്കാൻ കഴിയില്ല. ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ കണ്ണുകളിൽ കണ്ണുനീര് കൊണ്ട് നിറയട്ടെ. നമ്മുടെ മുട്ടുമടക്കുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകട്ടെ. അത് ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങൾ കാരണമല്ല, അവനോടുള്ള സ്നേഹം നിമിത്തം കരയുന്ന ഒരു കണ്ണുനീർ നമുക്ക് ലഭിച്ചിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു. And I believe that often, if you ask any believer, they would say, Pastor, at the beginning of my Christian life, when I used to come into the presence of God, this is how I welcome the presence of God. I don't know why. I used to cry. I used to feel the presence of God more than my praise and worship and loud noises. When I met Jesus, there were tears in my eyes. And I don't know why I don't have tears anymore. Church, it's time for us to come back to our first love. You know why we miss our tears? It's because we lost that intimacy with Him. Somewhere along the line, we still walk with Jesus. We still believe that we are Christians. But somewhere along the line, we lost that deep intimacy with Him. And I tell you, when we come back to our first love with Him, and when we come back to our first intimate relationship with Him, I tell you, I bet you that you will cry in His presence, not for anything of this world, just by experiencing His presence. അവന്റെ സാന്നിധ്യം നമ്മുടെ കണ്ണുകളിൽ കണ്ണുനീർ കൊണ്ടുവരട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഭൗതികമായി ഒന്നും ചോദിക്കണ്ട. കർത്താവിനോട് പറ, അപ്പാ, ആദ്യ നാളുകളിൽ ഉണ്ടായിരുന്ന ഒരു കണ്ണുനീരിന്റെ അനുഭവം, ഒരു ദൈവ സ്നേഹത്തിന്റെ അനുഭവം, ആലയത്തിനകത്ത് കടന്നു വരുമ്പോൾ വസ്ത്രമൊന്നില്ലായിരുന്നു, പണമില്ലായിരുന്നു, ജീവിതത്തിൽ സുഖ സൗകര്യങ്ങളില്ലായിരുന്നു, പക്ഷെ കരയുന്ന ഒരു കണ്ണുനീർ കണ്ണ് നമുക്കുണ്ടായിരുന്നു. ഇന്ന് രഹബോത്ത് സഭയിൽ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, കരയുന്ന എത്ര പേരുണ്ട്? അവന്റെ സാന്നിധ്യത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി കരയുന്ന, നിലവിളിക്കുന്ന കണ്ണുകൾ, നിലവിളിക്കുന്ന അധരങ്ങൾ, അതാണ് നമുക്ക് ആവശ്യം. ആ കണ്ണുകളും അധരങ്ങളും നമുക്ക് മടക്കി ലഭിച്ചാൽ ഉണർവ് ഇവിടെ സംഭവിക്കും. ഉണർവ് എന്നിൽ ആരംഭിക്കും, എന്റെ കുടുംബത്തിൽ ആരംഭിക്കും. കരയാൻ ദൈവം ചിലരെ അന്വേഷിക്കുന്നു. ഹല്ലേലൂയ. കരയാൻ ദൈവം ചിലരെ അന്വേഷിക്കുന്നു. I grew up in a Christian home. My dad is still a pastor. He's teaching in Manakala Faith Theological Seminary. When I grew up, I've always seen my mom cry. And I used to make fun of her. I used to ask her, Amma, where is this water coming from? I don't see you drinking a lot of water. But every time when you sit in God's presence, I used to see tears rolling through her eyes. And I tell you today, I'm standing here with this word of God, not because of my education, not because of my, any greatness, but just because of the tears that were shed in the presence of God. And I tell you, those tears are valuable. Those tears are precious. What brought us here in this country, what brought us here today to our life today, is because of the tears that our parents and grandparents have shed in the presence of God. If not us, who will cry for the next generation? If not us, who will come before God with a surrendered heart? Our previous generation cried, and therefore He blessed us, He brought us here. But today it's time for us to cry and to weep in the presence
presence of God, because there is more journey for our next generation, more trials for our next generation, more challenges for our next generation. The best thing that you can give to your children is not the bank deposits or the precious privileges of this country. The best thing that you can give to your children is an eyes full of tears. നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അവകാശമെന്ന് പറയുന്നത് നമ്മുടെ കണ്ണുനീരാണ്. യേശു തൻ്റെ ഐഹിക കാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. I'm going to go into this message in two parts. I'm going to talk a little bit about Jesus' prayer and then focus on this particular verse where it says Jesus prayed with tears. I often teach like this, a disciple without discipline is not a disciple. When you say that I'm a disciple of Jesus, there are certain disciplines that we need to follow in our life. And those disciplines are taken from the life of our master. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ ശിഷ്യത്വത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ അവർക്ക് ഒത്തിരി ശിക്ഷണങ്ങൾ നൽകിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരെ യേശു പല കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു. തൻ്റെ ജീവിത മാതൃകയിൽ നിന്ന് അവർ മനസ്സിലാക്കിയ പല അച്ചടക്കങ്ങളുണ്ട്. യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് മാതൃകയാക്കാൻ കഴിയുന്ന അച്ചടക്കങ്ങളിൽ ഒന്ന് യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ്. ഞാൻ യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഓരോ തവണ ആ വചനങ്ങളും എന്നെ ഒത്തിരി കൺവിക്ഷനിലേക്ക് നയിക്കാറുണ്ട്. കാരണം ഞാനൊരു ശുശ്രൂഷകനാണ്. ഞാൻ പലയിടങ്ങളിൽ കടന്നു ചെന്ന് ശുശ്രൂഷിക്കുന്നു. എന്നാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം, ശുശ്രൂഷയേക്കാൾ പ്രാധാന്യം ദൈവവുമായിട്ടുള്ള ബന്ധത്തിനാണ്. ഈ ലോകം ഒരാളുടെ ശുശ്രൂഷയ്ക്ക് വില കൽപ്പിക്കുന്നത് അദ്ദേഹം എത്ര തിരക്കുള്ള ശുശ്രൂഷ ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലേ? തിരക്കില്ലാത്ത ഒരു പണിയുമില്ലാതെ വീട്ടിലിരിക്കുന്നവരെ നമ്മൾ ആരും ശുശ്രൂഷയ്ക്ക് വിളിക്കാറില്ല. അറ്റ്ലീസ്റ്റ് 2 പോസ്റ്ററിലെങ്കിലും പടമുള്ള, യൂട്യൂബിൽ 10 മെസ്സേജുള്ള, പവർ വിഷനിലോ ഹാർവെസ്റ്റിലോ മെസ്സേജ് പറയുന്ന ഒരാളും ഒരു പേരും ഇല്ലാത്ത ആളും വന്ന് പ്രസംഗിക്കുന്ന രണ്ടും വ്യത്യാസമുണ്ട്. എല്ലാ പോസ്റ്റുകളിലും പേരുള്ള ആൾ വന്നാൽ നമ്മൾ പ്രതികരിക്കും, നമ്മൾ വളരെ സന്തോഷത്തോടെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കും. ഞാനതിനൊന്നും വിമർശിക്കുകയല്ല. എന്നാൽ ഞാൻ യേശുവിൻ്റെ ശുശ്രൂഷ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ സന്ദേശം, യേശു ശുശ്രൂഷയേക്കാൾ പ്രാധാന്യം കൊടുത്തത് പിതാവുമായിട്ടുള്ള ബന്ധത്തിനാണ്. Jesus gave much importance to his relationship with his Father more than ministry. Do you want to see that? Let's go into Luke chapter 5 verses 15 and 16. ലൂക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 15-16 വാക്യങ്ങൾ. I'm going to read it quickly in English. It says, "But Jesus despised instructions. The report of his power spread even faster. A vast crowd came to hear him preach and to be healed of their diseases. But Jesus often withdrew to wilderness for prayer." മലയാളത്തിൽ പറയുന്നു, എന്നാൽ അവനെക്കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു. വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിനും തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിനും കൂടി വന്നു. അവനോ നിർജ്ജന സ്ഥലത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ലൂക്കോസ് 5:15 പറയാണ്, അവൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു. കൂടുതൽ ആളുകൾ യേശുവിൻ്റെ വചനം കേൾക്കുവാനും സൗഖ്യം അനുഭവിക്കാനും കടന്നു വന്നു. We can say like this, there was a huge demand for Jesus' ministry. There is a huge demand from people for Jesus. മനുഷ്യരുടെ ഇടയിൽ നിന്ന്, പുരുഷാരത്തിൻ്റെ ഇടയിൽ നിന്ന് യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വളരെ ഡിമാൻഡുള്ള ഒരു സമയത്ത് യേശു മനുഷ്യൻ്റെ ഡിമാൻഡിനെക്കാട്ടിലും പിതാവിൻ്റെ സന്നിധിയിൽ അവനുമായിട്ടുള്ള ബന്ധത്തിന് പ്രാധാന്യം നൽകി. ഏതൊരു ശുശ്രൂഷകനെ സംബന്ധിച്ചും ഇങ്ങനൊരു സീസണുണ്ട്. അവരെ എല്ലാവർക്കും ആവശ്യമുള്ള ചില കാലം,
യേശുവിൻ്റെ മിനിസ്ട്രിയിലും അങ്ങനെ ഒരു കാലഘട്ടമുണ്ട്. താൻ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും അടയാളങ്ങളും ചെയ്തപ്പോൾ വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ കടന്നു വന്നു. എന്നാൽ തൻ്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാം, ആമേൻ, അധികം ആരും യേശുവിൻ്റെ കൂടില്ല. ക്രൂശിൻ്റെ ചുവട്ടിൽ വരുമ്പോൾ വലിയ പുരുഷാരമൊന്നുമില്ല. ആമേൻ ആളുകളുടെ ആഗ്രഹവും ആകർഷണവും അവിടെ കുറഞ്ഞു വരിക. എന്നാൽ ഇവിടെ തൻ്റെ ശുശ്രൂഷയ്ക്കും തൻ്റെ വചന കേൾവിക്കും വേണ്ടി അനേകർ കൂടി വന്നപ്പോൾ, വർത്തമാനം അധികം പരന്നപ്പോൾ, യേശു ചെയ്തത് പ്രാർത്ഥിപ്പാൻ നിർജ്ജന പ്രദേശത്തേക്ക് കടന്നുപോയി. When there is a demand from the side of people, when there is a demand from the world, Jesus decided, I'm not going to go behind the demands and the opportunities that is in front of me, but I'm going to go behind the presence of God, because that is my priority. Can I ask you this question? Oftentimes, one of the hindrances of our prayer life is the demands that we face in our day-to-day life, right? When we have kids, when we have job, and when we have a lot of things to do, what do? Where do we compromise? We compromise our time, not with family, not with our social life. We compromise our time with Jesus. We often say, Pastor, you don't know my problems. I have 2 kids. I have this job and that night shift and this thing. Therefore, I don't have time to pray. I am praying to God. I have 5 minutes. I have, this prayer. When I get time, I pray. Right? We look into our life. We often put demands from the world as first priority. But Jesus on the other side is setting an example. Even then, where there is a great demand for him and his ministry, he said, my demand is for his presence. This fasting prayer, we need to check into our priority list and see, where does our relationship with God comes? Where is our relationship with God comes? Does it comes on the first of your priority list, or does it come as the last of your priority list? But Jesus is giving an example that right when he is on demand, he decided to move into wilderness to spend time with his Father. Amen. Something that really excited me is when you read in John chapter 18 verses 2, you don't have to read it. That's a portion where Jesus is caught by the religious people. And Judas, one of the disciples of Jesus, he is the one who betrayed him. And Judas, he knew exactly where Jesus was during that time. When you read John chapter 18 verses 2, it says like this: Judas the betrayer knew his place, because Jesus had often gone there with his disciples. യൂദാസിന് യേശുവിനെ കുറിച്ച് നന്നായിട്ടറിയാം. യൂദാസിന് യേശുവിൻ്റെ ദിനചര്യയെക്കുറിച്ച് നന്നായിട്ടറിയാം. തന്നെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസ് ജനത്തിനും മഹാപുരോഹിതന്മാർക്കും യേശുവിനെ കാണാൻ കഴിയുന്ന ഇടം പറഞ്ഞു കൊടുത്തത് എവിടെയാണെന്നറിയാമോ? പ്രാർത്ഥിക്കുന്ന മലമുകളാണ്. അതിൻ്റെ അർത്ഥം അവനെ ഒറ്റിക്കൊടുക്കുന്നവന് പോലും നന്നായിട്ടറിയാം, അവനൊരു സാധാരണ പ്രഭാഷകനല്ല. അവൻ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി കരയുന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യന്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ദൈവമക്കളെ, ഈ തലമുറയിൽ നമ്മെക്കുറിച്ച് ലോകം പറയേണ്ടത് അവനൊരു പ്രാർത്ഥനാ മനുഷ്യനാണെന്ന്. യൂദാസ് യേശുവിനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം, അവൻ ഇരിക്കുന്ന ഇടം പ്രാർത്ഥിക്കുന്ന ഇടമാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ വചനം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ചോദിച്ച ചോദ്യം, മനുഷ്യർ നിന്നെക്കുറിച്ച് ഇങ്ങനെയൊരു സാക്ഷ്യം പറയൂ? 2, എൻ്റെ ഭാര്യ എന്നെക്കുറിച്ച് ഇങ്ങനെയൊരു സാക്ഷ്യം പറയൂ? എൻ്റെ മക്കൾ എന്നെക്കുറിച്ച് ഇങ്ങനെ സാക്ഷ്യം പറയൂ? എൻ്റെ ഡാഡി പ്രാർത്ഥനാ മുറിയില്ല. ഒറ്റിക്കൊടുക്കുന്നവന് പോലും യേശുവിനെക്കുറിച്ച് പറയാനുള്ള സാക്ഷ്യം, അവൻ പ്രാർത്ഥിക്കുന്നവനാ. അവൻ പ്രാർത്ഥിക്കുന്നവനാ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഇടിഞ്ഞു കിടക്കുന്ന പ്രാർത്ഥനയുടെ ആ ഗോപുരത്തെ, അല്ലെങ്കിൽ ആ ഓൾട്ടറിനെ ഒന്ന് തിരിച്ചു പണിയാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും പിന്മാറ്റക്കാരാണെന്നല്ല. എന്നാൽ എവിടെയൊക്കെയോ ദൈവമായിട്ടുള്ള പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്ത വിധം ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളും ജീവിതത്തിൻ്റെ ഭാരങ്ങളും ആവശ്യങ്ങളും നമ്മെ ഞെരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, യേശുവിൻ്റെ മാതൃക നമുക്ക് പിൻപറ്റാം. പ്രാർത്ഥിക്കാൻ അവനുമായി ഒരു തീരുമാനം. ഹല്ലേലൂയ.
എന്താണ് യേശുവിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത? നാം വായിച്ച എബ്രായ ലേഖനത്തിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. വിശ്വാസത്തിൻ്റെ ചുവടെടുത്ത് വെച്ച ഒരു കൂട്ടം ആൾക്കാർ. The background of the book of Hebrews is that are people who decided to walk with Jesus, who made decision to follow Jesus. After a while, they decided to go back to where they came from. വിശ്വാസത്തിൽ അവർ ചുവടുവെച്ചു, എന്നാൽ ജീവിതത്തിൻ്റെ പലവിധമാകുന്ന സാഹചര്യങ്ങൾ നിമിത്തം അവരുടെ വിശ്വാസത്തിൽ നിന്ന് അവർ പിന്മാറുവാൻ ശ്രമിക്കുകയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം എടുക്കേണ്ട, അവിടെ വായിച്ച് താഴേക്ക് വരുമ്പോൾ അവിടെ എബ്രായ ലേഖന കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്: ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും എന്നവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. തളർന്നുപോയ കൈകളും കുഴഞ്ഞുപോയ മുഴങ്കാലുകളും. എന്താണ് അതിനെ കാണിക്കുന്നത്? ഒരു ദൈവ പൈതലിൻ്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് അവൻ്റെ മുഴങ്കാലുകളാണ്. ആരും അവൻ പറഞ്ഞില്ല. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ സംഭവിച്ചത്, ആത്മീക ജീവിതത്തിൽ ആരംഭിച്ച് യാത്ര തുടങ്ങിയ ഒരു കൂട്ടം ആളുകൾ അവരുടെ യാത്രാമധ്യത്തിനിടയിൽ അവരുടെ കൈകാലുകൾക്ക് തളർച്ച സംഭവിച്ചു. അവരെവിടെയൊക്കെയോ കുഴഞ്ഞുപോയി. അവർക്കാണ് ഈ ലേഖനം എഴുതുമ്പോൾ അവർക്ക് വിരൽ ചൂണ്ടിക്കാണിക്കുകയാണ്: നിങ്ങളുടെ കൈകാലുകൾ കുഴഞ്ഞു പോകുമ്പോൾ, ക്ഷീണിക്കുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടുന്ന ഒരിടമുണ്ട്. നിങ്ങളുടെ മുമ്പിൽ മാതൃക വെച്ചേച്ചു പോയ യേശുവുണ്ട്. ആ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ, അവനിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ അവിടെ നിന്നൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. അവൻ പ്രാർത്ഥിക്കുക മാത്രമല്ല, അവൻ ദൈവസന്നിധി നിലവിളിക്കുകയാണ്. കണ്ണുനീരോടുകൂടെ നിലവിളിക്കുക. വീണ്ടും വീണ്ടും ഈ വാക്ക് ഞാൻ ആവർത്തിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ആവർത്തന വിരസത തോന്നിയാലും, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഇന്ന് രാത്രി സഭയ്ക്ക് നൽകാൻ തന്ന ദൂതാണ്: കരയുന്ന ചിലരെ ദൈവത്തിന് വേണം. ഹല്ലേലൂയ. ഇടിവിൽ നിൽക്കുന്ന ചിലരെ ദൈവത്തിന് വേണം. അങ്ങനെ ഇടിവിൽ നിൽക്കുന്ന ചിലർ ഇവിടെ നിന്ന് എഴുന്നേറ്റാൽ പട്ടണത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ആത്മമണ്ഡലത്തിൽ ചലനങ്ങൾ സംഭവിക്കും. ദൈവത്തിന് വേണ്ടത് പ്രാർത്ഥിക്കുന്ന, ഇടിവിൽ നിൽക്കുന്ന ചില ദൈവമക്കളെയാണ്. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ബോധ്യമുള്ള ദൈവജനം വായ് തുറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ: കർത്താവേ, എന്നെ ഒരു പ്രാർത്ഥനാ മനുഷ്യനാക്കണമേ. Now I want to come back to the scripture and see, why did Jesus cry? എന്തിനാ യേശു കരഞ്ഞത്? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, യേശു കരഞ്ഞത് നാം കരയുന്നത് പോലെയല്ല. നാം പലപ്പോഴും ജീവിതത്തിൻ്റെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടും അല്ലെങ്കിൽ ഇവിടെയുള്ള സാഹചര്യങ്ങൾ നിമിത്തവുമാണ് കരഞ്ഞത്. യേശു അങ്ങനെ കരഞ്ഞില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ കരഞ്ഞു കാണുമായിരിക്കും. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ചില വചനഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ യേശു കരഞ്ഞ കരച്ചിലുകളുടെ പ്രത്യേകതകൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. 3 വചനഭാഗങ്ങളെ ആസ്പദീകരിച്ചാണ് ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് യേശുവിനെ കരയിപ്പിച്ചത്? എന്തിനു വേണ്ടിയാണ് യേശു കരഞ്ഞത്? വളരെ വളരെ പരിചയമുള്ളൊരു വചനം, യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 35-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നു: യേശു കണ്ണുനീർ വാർത്തു. Here you see that Jesus cried out of compassion. Or in other words, you can see tears of compassion. യേശുവിൻ്റെ ഇവിടെ കരഞ്ഞ കണ്ണുനീരിന് ഒരു മനസ്സലിയുന്ന ഒരപ്പൻ്റെ ഹൃദയം അവിടെ കാണുവാനായിട്ട് കഴിയും. എന്താണ് ഈ വചനത്തിൻ്റെ പശ്ചാത്തലം? അറിയാവുന്നത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. യോഹന്നാൻ 11-ൽ കാണുന്നു, തനിക്കേറെ പ്രിയമുള്ള തൻ്റെ ശിഷ്യനായ ലാസർ മരിച്ചു. Lazarus died. He was very close to Jesus, and we know the whole story, so I'm not going deep into that. But now when Jesus comes to the city, and when he meets Mary, the sister of Lazarus, we see that Mary is full of pain. Mary is full of tears. The Bible says when Jesus met Mary, and when Jesus saw the tears in the heart of Mary and the people around, that made Jesus feel compassionate. ഹല്ലേലൂയ. മറ്റൊരുവൻ്റെ വേദനയിൽ കണ്ണുനീരോടെ കരയുന്ന യേശു കരഞ്ഞത് തൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല. യേശു കരഞ്ഞത് കരയുന്ന ഒരുവൻ്റെ വേദന കണ്ട് യേശു കൂടെ കരയുകയാണ്. ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ആത്മീക ജീവിതത്തിൽ എവിടെയൊക്കെയോ സെൽഫ് സെൻറ്റേർഡ്നെസ്, നമ്മുടെ ആവശ്യം, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നാം കരയുമ്പോൾ യേശുവിൻ്റെ കരച്ചിൽ കാണിക്കുന്നത് അവന് വേണ്ടിയല്ല കരഞ്ഞത്, മറ്റൊരുവൻ്റെ വേദനയിൽ അവനോട് കൂടെ കരയുന്ന യേശു നമുക്കൊരു മാതൃകയാണ്.
Hallelujah. Hallelujah. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? God is calling us to carry the pains of others. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മുടേതായ പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ ഇതിനു വേണ്ടി മാത്രം കരയുന്ന ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്കല്ല. ദൈവം നമ്മളെ വിളിക്കുന്നു മറ്റൊരുവൻ്റെ വേദനയിൽ അവനോട് ചേർന്നിരുന്ന് കരയുന്ന ഒരു പ്രാർത്ഥനയുടെ അനുഭവം. ഹല്ലേലൂയ. വേറൊരുവൻ്റെ വേദന നമ്മുടെ വേദനയായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ്. യേശുവിൻ്റെ ഇവിടെയുള്ള കരച്ചിൽ നമ്മെ കാണിക്കുന്നു. ഒരു കാരുണ്യം നിറഞ്ഞ മനസ്സലിയുന്ന ഒരു കണ്ണുനീരിൻ്റെ പ്രാർത്ഥന അവിടെ വെളിപ്പെടുകയാണ്. നോക്കിയേ, യേശു ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച് കണ്ണുനീരൊഴുക്കി അവിടെ നിന്ന് പോയെന്നല്ല എഴുതിയിരിക്കുന്നത്. ആ കണ്ണുനീർ ആ പ്രശ്നത്തിൻ്റെ ഉത്തരത്തിന് വേണ്ടിയുള്ള കണ്ണുനീരായിരുന്നു. യേശു യോഹന്നാൻ 11:35 കരഞ്ഞ് അവിടെ നിന്ന് പോയെന്നല്ല എഴുതിയിരിക്കുന്നത്. അടുത്ത വചനങ്ങൾ എഴുതിയ കരഞ്ഞ യേശു അവിടെ പ്രാർത്ഥിക്കുകയാണ്, ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയാണ്. തുടർന്നുള്ള വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ആ കരച്ചിൽ അധികാരത്തിൻ്റെ ഒരു വാക്കായി പുറപ്പെട്ടു. യോഹന്നാൻ 11:35 കണ്ണുനീരോടെ കരഞ്ഞ യേശു അടുത്ത വചനങ്ങളിലേക്ക് വരുമ്പോൾ ആ കരച്ചിൽ പുത്രത്തിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് കൽപ്പിക്കുകയാണ്, ലാസറേ പുറത്തു വരിക. ഇന്ന് പകൽ കരയുക മാത്രമല്ല, കരയുന്നവൻ്റെ അകത്ത് ദൈവം ചില അധികാരങ്ങൾ കൈമാറും. കരയുന്നവൻ്റെ ഉള്ളിൽ ദൈവം ചില അധികാരങ്ങൾ കൈമാറും. ആ കരച്ചിൽ കൊണ്ട് തീരുന്നതല്ല പ്രാർത്ഥന. ആ കരച്ചിലിൻ്റെ അവസാനം നിന്റെ ഉള്ളിൽ നിന്ന് ആത്മമനുഷ്യൻ ചലിച്ച് ചില അധികാരത്തിൻ്റെ വാക്കുകൾ പുറപ്പെടുവിക്കുമ്പോൾ കരഞ്ഞു തുടങ്ങിയ നിന്റെ പ്രാർത്ഥന അധികാരത്തിൻ്റെ പ്രാർത്ഥനയായി മാറും. കരഞ്ഞു തുടങ്ങിയ നിന്റെ പ്രാർത്ഥന അന്തരീക്ഷത്തെ ചലിപ്പിക്കുന്ന പ്രാർത്ഥനയായി മാറും. കരഞ്ഞു തുടങ്ങിയ നിന്റെ പ്രാർത്ഥന മരിച്ചതിനെ എഴുന്നേൽപ്പിക്കുന്ന പ്രാർത്ഥനയായി മാറും. ആരുണ്ട് ഇന്ന് പകൽ വേറൊരുവന്റെ വേദനയിൽ അവനോട് കൂടെ ചേർന്ന് കരയാൻ വിളി ലഭിച്ച കണ്ണുനീർ ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. John 11:35 says, Jesus cried with compassion, not for himself, but seeing the pain of a woman who lost her only brother. Church, we are called to pray for one another and cry for one another. We are called to intercede for one another. Somehow, the enemy has brought self-centeredness even in our prayer, that it came to a point that we focus our prayer just for us and our family and for our needs. But the tears that Jesus shed in this earth is a reflection that we need to carry the burden of one another. Amen. I've been to many countries to preach the gospel. One of the beautiful memories that I have traveling to different nations is when I was in Vietnam. As you know, Vietnam is a communist country, and gospel has not yet given the freedom to be preached publicly, but still there are churches and there are believers in that nation. In 2019, me and my wife, we got an opportunity to go to Vietnam right after a tragic incident in our life. In 2019, we lost our first baby. And me and my wife, we went through a lot of pain. This happened during one of the ministry time, and that's another story. But let me come back to what happened in Vietnam. We were in Vietnam with a lot of pain. The hurt and the pain that we went through by the loss of our child was not yet completely healed. But again, we got to go there and we got to minister with the underground church in Vietnam. And it's beautiful. The church starts 9 in the evening and church runs till 5 in the morning. And it's beautiful to see that it's not a big space like this. In a crowd of 35 can sit together in one room, and that too in the attic of one two storage building. And we had a wonderful time of prayer, and I saw how people pray for one another with great compassion.
I saw how they worship God out of love towards Jesus. They don't have these amazing speaker and sound system. They don't have microphones. They don't have any instruments. All they have is few they have David's harp and some guitars. It's not connected to any speakers, but they still sit and worship God together. They love Jesus together. And I saw that during the time of prayer, they are praying for one another. Beautiful. And at the end of the whole service, the next day, I got an opportunity to sit with the pastor's son, who was actually leading the ministry right then. And we were praying for this couple. And as we were praying, this pastor had a little baby girl called Esther. And we know that they have Esther. That's the only baby girl with them. But as we were praying, we saw that the Lord was showing us a vision of 3 other girls. And I asked this pastor, you have only one girl right in front of me, but I'm seeing this vision of 3 other kids. Where are they? And the pastor looked at me, and I could see that his eyes are getting, watery. And I asked him, and he said, Pastor, we lost 3 babies. And I asked him, how did you lose these 3 babies? And both of them said, because of malnutrition. After deciding to serve God, after deciding to walk with God and, pour out everything for God's ministry, they had to go through a lot of pain, a lot of difficulties. They had to struggle for a meal. And Pastor said, Pastor, we went through that, difficult season for almost 5 years or 6 years. During the 6 years, we lost our 3 kids. But you know what I saw in their eyes? They were not crying because of the loss of the babies. They were crying because they were blessed with one little girl. And this is what he said, Pastor, I know those 3 babies are in heaven, but now I am praying with tears for my only daughter. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം തന്ന ഉപകാരങ്ങളും ദൈവം ചെയ്ത അത്ഭുതങ്ങളും നമ്മൾ എവിടെയൊക്കെ ഓർക്കുന്നില്ല, മറന്നു പോകുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ ആ രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ എനിക്ക് എൻ്റെ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടതാ ഭയങ്കര വേദനയായിരുന്നു. പക്ഷെ അവിടെ ചെന്ന ദൈവദാസനുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഹല്ലേലൂയ, ഇവിടുത്തെ നഷ്ടങ്ങളൊന്നും നഷ്ടങ്ങളല്ല. ആമേൻ. ഇതിലും വേദന നിറഞ്ഞ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മറ്റു പലരും ഉണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചത്. At the end of that, a mission trip, we got an opportunity to pray for pastor and his wife, and the Lord said, I'm going to bless with 3 more kids. And for the God's glory, let me tell you, last week they had, the last baby, which means after Esther, they had another three more babies, and it was the last week they had the 3rd one, which means they had the 4th one. Our God is a good God. And the beauty of prayer is that at that time where we lost our 1 baby, and this pastor who has the testimony of losing 3 babies, we got an opportunity to pray for each other. In 2019, we never knew, the doctor's report said that we will never have children. But let me tell you, there is power when you pray for one another. When God gave a word for them that they're going to be blessed with 3 kids, God didn't forget me. He blessed me with 2 girls as well. Okay, യേശുവിൻ്റെ പ്രാർത്ഥന കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥന. തനിക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, വേറൊരുവൻ്റെ കണ്ണുനീരിൽ അവനോടുകൂടെ പ്രാർത്ഥിക്കുന്ന യേശു. ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. യേശു പ്രാർത്ഥിച്ചതുപോലെ മറ്റൊരുവന് വേണ്ടി പ്രാർത്ഥിക്കാൻ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ, മനസ്സലിവോടെ പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. Let me go quickly because time is running. Luke chapter 19 verses 41. It's another reference where Jesus wept or Jesus cried. It says like this, and when he came near the city of Jerusalem, he wept over it. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അവൻ കരഞ്ഞു.
നോക്കുക, ആ വചനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ വചനത്തിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ താഴെയുള്ള വചനഭാഗങ്ങളും വായിക്കുമ്പോൾ യെരൂശലേമിന് വരാനിരിക്കുന്ന കഷ്ടത്തെക്കുറിച്ചും തകർച്ചയെക്കുറിച്ചും കുറിച്ചും ഓർത്ത് യേശു ഒരു പട്ടണത്തിന് വേണ്ടി കരയുകയാണ്. ഒരു പട്ടണത്തിൻ്റെ യഥാസ്ഥാനത്തിന് വേണ്ടി കരയുകയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആ പട്ടണത്തിൽ ദൈവത്തിൻ്റെ സന്ദർശനത്തിന് വേണ്ടി കരയുകയാണ്. ആ സന്ദർശനത്തെ നഷ്ടപ്പെട്ട ഒരു തലമുറയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുന്ന യേശുവിൻ്റെ കണ്ണുനീർ. ഹല്ലേലൂയ. നമ്മളെല്ലാം ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. ഉണർവ് നടക്കണം. നമ്മുടെ ഈ രാജ്യത്ത് ഉണർവ് നടക്കണം. നമ്മുടെ സഭയിൽ ഉണർവ് നടക്കണം. നമ്മുടെ ഭവനത്തിൽ ഉണർവ് നടക്കണം. എന്താണ് ഉണർവ് നടക്കാനുള്ള ഒരു അതിൻ്റെ സീക്രട്ട് താക്കോലെന്ന് പറഞ്ഞാൽ, ഉണർവിന് വേണ്ടിയുള്ള ഒറ്റ വഴിയേ ഉള്ളൂ. അത് കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥനയാണ്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം എടുക്കേണ്ട. അവിടെ നമ്മളെല്ലാവരും കോട്ട് ചെയ്യുന്ന ഒരു വചനമുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നമുക്ക് വളരെ ഇഷ്ടമുള്ള വചനമാണ്. എന്നാൽ നിങ്ങൾക്കറിയാമോ, യോവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായത്തിലും ഉപവാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ഉപവാസത്തിൽ കണ്ണുനീരിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദേശം മുഴുവൻ ഒരുമിച്ചിരുന്ന് രട്ടിലും വെണ്ണീരിലും ഇരുന്ന് ദൈവസന്നിധിയിൽ കരയുന്ന കരച്ചിലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, ഉണർവിൻ്റെ താക്കോൽ കരയുന്ന ചില കണ്ണുനീരുള്ള ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്. യേശു യെരൂശലേമിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതുപോലെ സഭയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനാ പോരാളികളെ ദൈവം അന്വേഷിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ കരയാൻ. യേശു പട്ടണത്തിൻ്റെ സ്ഥിതി കണ്ട് കരഞ്ഞതുപോലെ സാഹചര്യങ്ങൾ കണ്ട് കുറ്റം വിധിക്കാനല്ല, സാഹചര്യങ്ങൾ കണ്ട് മുട്ടുമടക്കി കരയാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. അങ്ങനെ കരയാൻ നാം തയ്യാറാകുമ്പോൾ ഞാൻ പറയട്ടെ, ഉണർവ് നമ്മുടെ ദേശത്ത് സംഭവിക്കും. യേശുവിൻ്റെ 1-ാമത്തെ കരച്ചിൽ കരയുന്ന ഒരു സ്ത്രീക്ക് വേണ്ടിയാണെങ്കിൽ, യേശുവിൻ്റെ 2-ാമത്തെ കരച്ചിൽ ഒരു പട്ടണത്തിൻ്റെ യഥാസ്ഥാനത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് അങ്ങനെ ഒന്ന് കരയാൻ കഴിയുമോ? നമ്മുടെ പട്ടണത്തിന് വേണ്ടി ഒന്ന് കരയാൻ, നമ്മുടെ ദേശത്തിന് വേണ്ടി ഒന്ന് കരയാൻ കർത്താവ് നമ്മെ വിളിക്കുക. 3-ാമത്തെ യേശുവിൻ്റെ കരച്ചിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യമാണ്. നമുക്ക് വളരെ പരിചയമുള്ള വാക്യം. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആയി. Luke 22:44 says, and being in an agony he prayed more earnestly, and his sweat was at it as it were great drops of blood falling down to the ground. The first prayer was a prayer for another person. The second prayer was a prayer for a city. The third prayer is a prayer of complete surrender, or I call it tears of complete surrender to the will of God. ദൈവഹിതത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി യേശു കരഞ്ഞു. ഹല്ലേലൂയ. നമുക്ക് ഈ പശ്ചാത്തലവും അറിയാം. ലൂക്കോസ് 22 യേശു ക്രൂശ് മരണത്തിന് മുമ്പ്, ക്രൂശിനെ താൻ നേരിടുന്നതിന് മുൻപ്, പ്രതികൂലങ്ങളിലൂടെ പീഡകളിലൂടെ കടന്നു പോകുന്നതിന് മുമ്പ് ആ പീഡയെ മുൻകണ്ടുകൊണ്ട് യേശു പ്രാർത്ഥിക്കുകയാണ്. Jesus knew that the persecution and the pain that was coming in front of him. Knowing the persecution, knowing the suffering that is coming before him, this is how he prepared himself to face the suffering. He prayed earnestly. Oftentimes humans pray when they go through suffering, but Jesus, on the other hand, he used prayer as a preparation to face the suffering. സാധാരണ മനുഷ്യർ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് കരയുന്നതെങ്കിൽ, യേശു കരഞ്ഞത് ക്രൂശിൽ നിന്നുകൊണ്ടല്ല, ക്രൂശ് വരുന്നതിന് മുമ്പ്, കഷ്ടത വരുന്നതിന് മുമ്പ് അതിനെ നേരിടുവാനുള്ള ആത്മശക്തിക്ക് വേണ്ടി അവൻ നിലവിളിച്ച് കരയുക. His tears were the tears of complete surrender.
ആ വചനഭാഗം നമുക്ക് നന്നായിട്ട് അറിയാം. തൻ്റെ ശരീരത്തിൽ ആമേൻ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് ഒരു പ്രാർത്ഥന ഉയർന്നു വരുമ്പോൾ ആമേൻ ആ പ്രാർത്ഥനയെ പിടിച്ചടക്കിക്കൊണ്ട് ദൈവഹിതത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി തന്നിലെ ആത്മമനുഷ്യൻ്റെ ഞരക്കത്തെ തിരിച്ചറിഞ്ഞ് യേശു കണ്ണുനീരോടെ പറയുകയാണ്, പിതാവേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എന്നിൽ നടപ്പിലാകണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം കരയേണ്ടത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ല. ദൈവമേ, എൻ്റെ ഇഷ്ടങ്ങൾ ഇല്ലാതായിട്ട് അങ്ങയുടെ ഇഷ്ടം എന്നിൽ വെളിപ്പെട്ട് വരുവാൻ ഞാൻ കരയുകയാണ്. എൻ്റെ ഇഷ്ടങ്ങൾ ഇല്ലാതെയായിട്ട് അങ്ങയുടെ ഇഷ്ടത്തിൻ്റെ പൂർത്തീകരണം എന്നിൽ സംഭവിക്കുവാൻ കരയുന്ന കണ്ണുനീരിനെയാണ് ദൈവം ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഞാനും നമ്മളിൽ പലരും കരയുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാം? കർത്താവേ, എൻ്റെ ഇഷ്ടം നടത്തണം. ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ, ഞാൻ പിടിച്ചു വെച്ച് മേടിച്ചതാണ്. എന്തുവാ? പിടിച്ചു വെച്ച് മേടിച്ചതാണ്. ഞാൻ വെള്ളം കുടിക്കാതെ മേടിച്ചതാണ്. എന്തുവാ? എൻ്റെ ആഗ്രഹം. പക്ഷെ യേശു കരഞ്ഞത് തൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടല്ല, പിതാവിൻ്റെ ആഗ്രഹം തന്നിൽ പൂർത്തീകരിക്കേണ്ടതിന് കരയുക. ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്നു, അങ്ങനെ ഒന്ന് കരയാൻ നാം തയ്യാറാണ്? എൻ്റെ ഇഷ്ടങ്ങളില്ലാതെയായിട്ട്, എൻ്റെ താല്പര്യങ്ങളില്ലാതെയായിട്ട്, എൻ്റെ പദ്ധതികളില്ലാതെയായിട്ട്, ദൈവമേ, അങ്ങയുടെ ഉദ്ദേശം, ലോർഡ്, ലെറ്റ് യുവർ വിൽ ബി ഡൺ, ലെറ്റ് യുവർ വിൽ ബി ഡൺ ഇൻ മൈ ലൈഫ്. Therefore I am spending time in God's presence. I am crushing my heart before him, not for my purposes to be fulfilled, so that his purpose may be fulfilled. This fasting prayer, God is asking, who is there to cry? Who is there to cry in the presence of God with a heart full of complete surrender, with a complete will, with a surrendered will, so that God's will may be fulfilled in our life. നമ്മുടെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുവാനല്ല, ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മിൽ വെളിപ്പെടുവാൻ കരയുന്ന കണ്ണുനീർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആര് പറയും, കർത്താവേ, എൻ്റെ ആഗ്രഹങ്ങൾ മുഴുവൻ ഹല്ലേലൂയ അങ്ങയുടെ ആ യാഗപീഠത്തിൻ്റെ മുമ്പിൽ ഞാൻ വെച്ചിട്ട്, ആമേൻ, എൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും അങ്ങയുടെ മുമ്പിൽ അടിയറവ് പറഞ്ഞിട്ട് നിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, നിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി ഞാൻ കരയാൻ തയ്യാറാണ്. നിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി, നിൻ്റെ പദ്ധതികളുടെ നിവർത്തീകരണത്തിന് വേണ്ടി കരയാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ കരയുന്നൊരു കണ്ണിനെ എനിക്ക് തരണമേ. അങ്ങനെ നിലവിളിക്കുന്ന ഒരു ഹൃദയത്തെ എനിക്ക് തരണമേ. അതായിരുന്നു യേശുവിൻ്റെ കണ്ണുനീർ, അതായിരുന്നു യേശുവിൻ്റെ പ്രാർത്ഥന. തൻ്റെ ഉദ്ദേശങ്ങളെക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ അവൻ നിറവേറ്റുവാൻ കരയുന്ന യേശു കർത്താവ്. This evening I feel that the Holy Spirit is challenging us to come back to our first prayer life. Holy Spirit is encouraging us to come back to our first prayer life, where we shed our tears, broken our heart, and we said, God, let not my will, let your will be done. Hallelujah. This evening I want to challenge you. Would you say that prayer over your children? I know that we have a plan for our children, that we have a plan for ourselves, that we have a vision for our future, that we have our own agendas when we come before God. But the tears of Jesus, is pointing us to pray a different prayer and tell God a different word. And Lord, let not my will, let your will be done. Hallelujah. Hallelujah. എൻ്റെ ഇഷ്ടമല്ല കർത്താവേ, അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കണം. പൗലോസ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. താൻ ലേഖനം എഴുതുമ്പോൾ എപ്പഫ്രാസിനെ കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. എപ്പഫ്രാസിനെ കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ തൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പൗലോസ് വെളിപ്പെടുത്തുന്ന ഒരു വാക്ക്, അവൻ പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ്.
ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന വാക്ക് റസിൽ എന്ന വാക്കാണ്. രണ്ടു പേർ തമ്മിൽ കായികമായി പോരാടുന്നത് പോലെ ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്നറിയാമോ? ഒരു സഭ ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണരാകേണ്ടതിന്, ദൈവഹിതം അറിഞ്ഞ് പൂർണ്ണരാകേണ്ടതിന് ഒരുവൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഇന്ന് രാത്രി ചോദിക്കുന്നു, അങ്ങനെ ചില എപ്പഫ്രാസുമാരെ എനിക്കിവിടെ വേണം. അങ്ങനെ ഒരു എപ്പഫ്രാസായി പോരാടി പ്രാർത്ഥിക്കാൻ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ, വേറൊരുവൻ്റെ വിഷയം എൻ്റെ വിഷയമായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ, എൻ്റെ ദേശത്തിനു വേണ്ടി കരയാൻ, ഹല്ലേലൂയ, ദൈവഹിതം നിവർത്തീകരിക്കപ്പെടുവാൻ സമർപ്പണത്തോടെ കരയാൻ യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ മടക്കി വിളിക്കുകയാണ്. തൻ്റെ ഐഹിക കാലത്ത് അവൻ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാം, കരയാം, നിലവിളിക്കാം. ഹല്ലേലൂയ. ഇത് കണ്ണുനീരിൻ്റെ സമയമാണ്. I believe that right before revival, God is challenging His people to come into His presence with a deep repentance. I know the things that we see in our surrounding is giving us a sign that something is changing. ഒരു പക്ഷേ നമ്മൾ ഇന്ന് കാണുമ്പോൾ നമ്മുടെ ദേശത്ത് പാപവും അതിക്രമവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതെങ്കിലും മറ്റൊന്ന് ഞാൻ കാണുന്നു. യോവേൽ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കവിഞ്ഞൊഴുക്ക് ഈ കാലഘട്ടത്തിൽ സഭയിൽ സംഭവിക്കേണ്ടുന്ന ദൈവത്തിൻ്റെ പൂർത്തീകരണമാണ്, വാഗ്ദത്തമാണ്. എന്നാൽ അത് നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ കർത്താവ് ചോദിക്കുക, അവൻ മുട്ടുമടക്കി കരയാൻ ആരുണ്ട്? When Jesus was climbing the mountain with cross, യേശു കുരിശുമായിട്ട് കാൽവരിയിൽ കയറി പോകുമ്പം യേശുവിൻ്റെ വേദന കണ്ട് കരഞ്ഞ ചില വ്യക്തികളുണ്ട്, അല്ലേ? യേശു അവരെ നോക്കി പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവീൻ. എനിക്കറിയില്ല പരിശുദ്ധാത്മാവ് എന്താണ് എന്നെ ഈ ഒരു വചനത്തിലേക്ക് നയിക്കുന്നതെന്ന്. ഞാൻ പലതവണ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇതിലും നല്ല മെസ്സേജ് എനിക്ക് പറയാൻ കഴിയും. കർത്താവ് പറഞ്ഞു, മോനെ ഇതല്ല, സഭയോട് പറ, കണ്ണുനീര്, കണ്ണുനീര്, പ്രാർത്ഥന. This is a time for us to surrender. This is a time for us to shed our tears in God's presence. Hallelujah. ജീവിതത്തിൻ്റെ സൗകര്യങ്ങളും നന്മകളും നമ്മുടെ കണ്ണിലെ കണ്ണുനീരിനെ വറ്റിച്ച് കളഞ്ഞെങ്കിൽ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ എനിക്ക് ആ കണ്ണുനീര് തിരിച്ചു വേണം, എനിക്ക് ആ കണ്ണുനീര് തിരിച്ചു വരണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എനിക്ക് ആ കണ്ണുനീര് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് രാത്രിയിൽ വേറെ ഒന്നും ചോദിക്കണ്ട. കർത്താവേ എനിക്ക് കൃപാവരണം വേണമെന്നല്ല, എന്നെ പ്രസിദ്ധനാക്കണമെന്നല്ല, ഇനി എൻ്റെ സാഹചര്യം മാറ്റണമെന്നല്ല, എനിക്ക് കരയുന്നൊരു കണ്ണുനീര് തരണേ, കരയുന്നൊരു കണ്ണിനെ തരണേ. അല്പനിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? I have more words to share, but I believe that God is doing something tonight. Hallelujah. ഒരു പ്രാർത്ഥനയുടെ പുതപ്പ് ഇവിടെ നിന്ന് പ്രാപിച്ചു മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് ഈ ഹോള് വിട്ട് പോകുന്നതിന് മുമ്പ് എത്ര പേർ ആഗ്രഹിക്കുന്നു, കർത്താവേ ഈ ഹോള് വിട്ട് ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു തുള്ളി കണ്ണുനീര് എൻ്റെ കുടുംബത്തിന് വേണ്ടി കരയാൻ, എൻ്റെ ദേശത്തിന് വേണ്ടി കരയാൻ, മറ്റൊരു വാക്ക് വേണ്ടി കരയാൻ, ഒരു തുള്ളി കണ്ണുനീര് എൻ്റെ കണ്ണിൽ തരണമേ എന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? Tonight let's pray that God give me an eyes that is full of tears. Give me an eyes that is full of tears. Lord, I surrender my heart. I surrender my plans. I surrender my will in your presence, oh Lord. Book of Jeremiah, chapter 9, verses 1. Jeremiah prays this prayer. പ്രാർത്ഥന ഇങ്ങനെ, അയ്യോ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തവും രാവും പകലും കരയേണ്ടതിന് എൻ്റെ തലവെള്ളവും എൻ്റെ കണ്ണുനീരുറവുമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഒരു പ്രവാചകൻ ദൈവസന്നിധി പറയാ, ദൈവമേ ജനത്തിൻ്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണുനീരിൻ്റെ ഉറവുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു.
വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഇതേ യെരമ്യാവ് വീണ്ടും കരഞ്ഞു പ്രാർത്ഥിക്കുക. എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നാശം നിമിത്തം നീർത്തോടുകൾ കണക്ക് എൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്നു. യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിക്കുവോളം എൻ്റെ കണ്ണ് ഇടവിടാതെ പൊഴിക്കുന്നു, ഇളയ്ക്കുന്നതുമില്ല. നോക്കിയേ, ഒരു കാലഘട്ടത്തിൽ ഇസ്രായേലിന് വേണ്ടി, തൻ്റെ ജനത്തിനു വേണ്ടി ഒരു പ്രവാചകൻ കരഞ്ഞു പറയുക, കർത്താവേ, എൻ്റെ കണ്ണുനീരിൻ്റെ ഉറവായി മാറിയിരുന്നെങ്കിൽ, എൻ്റെ തല മുഴുവൻ വെള്ളം കൊണ്ട് നിറച്ചിരുന്നെങ്കിൽ, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി കരയാൻ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. ലോർഡ്, യൂസ് മീ സോ ദാറ്റ് ഐ ക്യാൻ ക്രൈ ഫോർ മൈ ജനറേഷൻ. ആരുണ്ട് ഇന്ന് രാത്രിയിൽ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുക? വേറൊരു മിനിസ്ട്രിയും ചെയ്തില്ലെങ്കിലും, ഒരു പക്ഷേ നമ്മുടെ പേരാരും അറിഞ്ഞില്ലെങ്കിൽ, ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ തലമുറയ്ക്കും ദേശത്തിനും ദൈവഹിതത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി കരയാൻ ഒരു കുടുംബത്തിൽ ഒരാളുണ്ടെങ്കിൽ ഞാൻ പറയാ, ആ കുടുംബം നശിച്ചു പോകത്തില്ല. അവൻ ഒരു കുടുംബത്തിൽ ഒരാളുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ സ്ഥിതി മാറാതിരിക്കത്തില്ല. നിന്റെ കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. വിലാപങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിക്കുവോളം. അതിൻ്റെ അർത്ഥം ഈ കണ്ണുനീർ കാണുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഈ വേദന കാണുന്ന ഒരു ദൈവമുണ്ട്. യെരമ്യാവിൻ്റെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ട്. ഞാൻ ജനത്തിന് വേണ്ടി കരയുമ്പോൾ, ഞാൻ ഇടിവിൽ നിൽക്കുമ്പോൾ, ഞാൻ പോരാടുമ്പോൾ, ആമേൻ, ഞാൻ ദൈവസന്നിധി മുട്ടുമടക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് എൻ്റെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 2ാം രാത്രിയിൽ ആത്മാവ് സഭയോട് ദൂത് പറയുകയാണ്, കരയുന്നവനെ കാണുന്ന ഒരു കണ്ണ് ഉയരത്തിലുണ്ട്. കരയുന്ന നിന്നെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. നിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ മനുഷ്യരാരും ശ്രദ്ധിച്ചില്ലെങ്കിലും യെരമ്യാവ് പറയാണ്, സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിക്കുവോളം. കമാൻ, ഇന്ന് രാത്രി വിശ്വസിച്ച് പറ, എൻ്റെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ കണ്ണുനീർ കാണുമെന്ന് മാത്രമല്ല, അവൻ എൻ്റെ കണ്ണുനീരിൻ്റെ മുമ്പിൽ നിശ്ചലമാകും. അവൻ എൻ്റെ കണ്ണുനീരിൻ്റെ മുമ്പിൽ ഇറങ്ങി പ്രവർത്തിക്കും. അവൻ എൻ്റെ കണ്ണുനീരിൻ്റെ മുമ്പിൽ എൻ്റെ സാഹചര്യങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. കാരണം എൻ്റെ ദൈവത്തിന് കണ്ണുനീരിനെ മറികടക്കാൻ കഴിയില്ല. Hallelujah. This is the word of confirmation that God is giving to us, that when we flow tears in His presence, the Lord will look down from heaven and answers our prayers. Amen. This is exactly what happened in the book of Luke chapter 22. The Bible says Jesus wept in the presence of God, surrendering his heart before Abba Father, asking the Lord, Lord, let not my will, let your will be done. Okay, ലൂക്കോസിൽ യേശു ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്. ആ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് ദൈവം ഒരു പ്രവൃത്തി ചെയ്തു. അവനെ ശക്തിപ്പെടുത്തേണ്ടതിന് ഒരു ദൂതനെ അയച്ചു. ഓ, രാമൻ പറഞ്ഞേട്ട്. ഹല്ലേലൂയ. യേശുവിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി, ഹല്ലേലൂയ, അവൻ്റെ വേദനകളുടെ നടുവിൽ, അവൻ്റെ ഭാരത്തിൻ്റെ നടുവിൽ ദൈവഹിതത്തിന് വേണ്ടി നിരന്തരമായി ആമേൻ ഹൃദയം തകർന്നു പ്രാർത്ഥിച്ചപ്പോൾ വചനം പറയാണ്, ആ പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുമ്പ് അവനെ ശക്തിപ്പെടുത്താൻ ഉയരത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരു പ്രവചന ദൂതായി വിളിച്ചു പറയാണ്, കരയുന്നവന് വേണ്ടി എൻ്റെ ദൈവം ഇറങ്ങി പ്രവർത്തിക്കും. അവൻ ഇടിവിൽ നിൽക്കുന്നവന് വേണ്ടി എൻ്റെ ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്നു. കരയുന്ന മാതാവേ, തലമുറയെ ഓർത്ത് കണ്ണുനീരൊഴിക്കുന്ന കുടുംബമേ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വചനത്തിൽ നിന്ന് ദൂതായി ഇടപെടുകയാണ്. നിന്റെ കണ്ണുനീരിനെ കണ്ടിട്ട് ദൈവം മറികടന്നു പോകില്ല. നിന്റെ കണ്ണുനീരിൻ്റെ മുമ്പിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ തൊടുക തന്നെ ചെയ്യും. അവൻ വിടുതൽ അയക്കുക തന്നെ ചെയ്യും. ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ആത്മമണ്ഡലത്തെ കീറി മുറിച്ചുകൊണ്ട് സ്വർഗീയ ദൂതന്മാർ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. അതിന് ഒറ്റ വഴിയേ ഉള്ളൂ, കരയുന്ന കണ്ണുനീരുള്ള പ്രാർത്ഥനാ പോരാളികൾ. ഇന്ന് രാത്രി ഒന്ന് പ്രതികരിച്ചേ, കർത്താവേ, കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ പോരാളിയായി എന്നെ മാറ്റണേ. Jesus, the Son of Man, was a man of tears. If Jesus was a man of tears, we are men and women of tears.
This is how we fight our battles. Not with weapon, with a surrendered heart and with a tearful eyes. നമ്മുടെ പോരാട്ടങ്ങൾ നമ്മൾ ജയിക്കുന്നത് നമ്മുടെ കൈക്കരുത്ത് കൊണ്ടല്ല, കയ്യിലെ ആയുധം കൊണ്ടല്ല, സമർപ്പണമുള്ള ഹൃദയം കൊണ്ടും കരയുന്ന കണ്ണുനീര് കൊണ്ടും പല യുദ്ധങ്ങളെയും ജയിക്കാൻ കഴിയും. ഒരാമേൻ പറഞ്ഞാട്ടെ, ഒരാമേൻ പറഞ്ഞേ. ചില വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഫാസ്റ്റിംഗ് പ്രയറിൽ കടന്നു വന്ന് ശുശ്രൂഷിക്കാൻ പോകുന്ന പാസ്റ്റർ ജോയ് തോമസ്, അദ്ദേഹം ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന മണക്കാല ചർച്ചിലാണ് ഞാനും എൻ്റെ ചെറുപ്പകാലങ്ങളിൽ പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ 8ാമത്തെ വയസ്സിൽ അദ്ദേഹം പറഞ്ഞൊരു മെസ്സേജിലെ ഒരു വരി ഞാൻ ഇന്നും മറന്നിട്ടില്ല. ആ വരി ഇങ്ങനെയാണ്: മുട്ടുമടക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കണം, കൈ മലർത്തുന്നെങ്കിൽ മനുഷ്യരുടെ മുമ്പിലല്ല ദൈവത്തിൻ്റെ കൈ മലർത്തണം, കരയുന്നെങ്കിൽ മനുഷ്യൻ്റെ മുമ്പിലല്ല ദൈവത്തിൻ്റെ മുമ്പിൽ കരയണം. 3 വാക്കുകൾ ഇന്ന് ഞാൻ മറന്നിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, മുട്ടുമടക്കാനും കരയാനും കൈ മലർത്താനും ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഞാൻ എൻ്റെ വചനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കൊച്ചനുഭവം പറയാം. ഞാനൊരു പാസ്റ്ററുടെ മകനാണ്. എന്നാൽ തന്നെ ഞാൻ ഒത്തിരി പിന്മാറ്റത്തിലേക്കൊക്കെ പോയ ഒരു നഷ്ടപ്പെട്ട മകനായിരുന്നു. എന്നാൽ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ 25ാമത്തെ വയസ്സിൽ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി എൻ്റെ വിവാഹത്തിന് മുമ്പ് എൻ്റെ 25th ബർത്ത്ഡേയുടെ അന്ന് രാത്രിയിൽ എൻ്റെ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റു. അതിൻ്റെ കാരണം എൻ്റെ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എൻ്റെ കാലിൻ്റെ കീഴിലിരുന്നുകൊണ്ടാണ്. My mom often used to pray at my feet. So I have often woke up from my prayer because my mom's tears would wake me up when my feet gets wet. So on my 25th birthday, I will never forget that night. My mom wept in the presence of God. And I woke up and I sat and I prayed with her. I prayed with her mom, with my mom. And at the end of the prayer, I asked my mom, Amma, why do you pray at my feet? എൻ്റെ അമ്മോട് ഞാൻ ചോദിച്ചു, അമ്മ എന്തിനാ എൻ്റെ കാലിൻ്റെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്? You can lay hands on my head so you can pray, right at the head side and you can pray with me. My mom gave me a word which I will never forget. She said, there is a reason why I sit at your feet and I shed my tears. നിൻ്റെ കാലിൻ്റെ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ കരയുന്നതിൻ്റെ പുറകിൽ ദൈവം എനിക്ക് ഒരു നിയോഗം തന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ നിയോഗം? എൻ്റെ അമ്മ പറഞ്ഞ വാക്കിതാ: ഓരോ തവണ ഞാൻ നിൻ്റെ കാൽക്കലിരുന്ന് കരയുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഈ കാലുകൾ യേശുവിനെ വിട്ട് അധികം ദൂരം സഞ്ചരിക്കരുത്. ഈ കാലുകൾ യേശുവിനെ വിട്ട് അധികം ദൂരം സഞ്ചരിക്കരുത്. 2, നീ അഥവാ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, എൻ്റെ കണ്ണിലെ കണ്ണുനീര് നിൻ്റെ കാലിലെ അഴുക്കിനെ കഴുകിക്കളയണം. ഇന്ന് രാത്രിയിൽ 33ാമത്തെ വയസ്സിൽ എന്നെ നിർത്തിയിരിക്കുന്നത് ഈ പ്രാർത്ഥനയാണ്. എവിടെയൊക്കെയോ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ശ്രമിക്കുമ്പോൾ അവിടെയൊക്കെ ഒരമ്മയുടെ പ്രാർത്ഥന എന്നെ പിടിച്ചു നിർത്തി. ഇവിടെ ഇരിക്കുന്ന ചില അമ്മമാരോട്, ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചില മാതാപിതാക്കളോട് പരിശുദ്ധാത്മ പറയുക, പ്രാർത്ഥന വ്യർത്ഥമല്ല കേട്ടോ. ഇന്ന് രാത്രി ഈ ദൂത് ഇവിടെ കൈമാറുന്നതിൻ്റെ കാരണം ഇതൊരു പ്രസംഗത്തിൻ്റെ പോയിൻ്റ് അല്ല, ഇതെൻ്റെ അനുഭവമാണ്, ഇതെൻ്റെ ജീവിതമാണ്. കരയുന്ന കണ്ണുനീരിനെ കണ്ടു മറികടക്കാത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അല്പനിമിഷം കണ്ണൊന്ന് അടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ സന്ദേശം ഇവിടെ ചുരുക്കുകയാണ്. ഒരു നിമിഷം കണ്ണൊന്ന് അടച്ച് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കുമോ? കർത്താവേ, അങ്ങനെ കരയുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം എനിക്കൊന്ന് തരണമേ. ഹറമന രഗതൽ കടക ശബ്ദന. ഒരു നിമിഷം കണ്ണൊന്ന് അടച്ച് വായികളെ തുറന്നൊന്ന് പ്രാർത്ഥിക്കുമോ? കർത്താവേ, അങ്ങനെ കരയുന്ന കണ്ണുനീരിൻ്റെ പ്രാർത്ഥനാ ജീവിതം എനിക്കൊന്ന് തരണമേ. Lord, give me a prayer life where I can shed tears in your presence. Give me a prayer life where I break my heart before you. And I tell you, he will never forget you. He will never leave you forsaken. അവൻ നിന്നെ ഒരിക്കലും മറികടന്നു പോകില്ല. അവൻ നിന്നെ ഒരിക്കലും മറികടന്നു പോകില്ല. ആമേൻ, ആമേൻ. ഇരമ്യാവ് പറയുന്ന വാക്ക്, ആകാശത്തിൽ നിന്ന് അവൻ തന്നെ ജനത്തെ നോക്കി കടാക്ഷിക്കുവോളം കരയുന്ന ചില പ്രാർത്ഥനാ പോരാളികൾ. ആകാശത്ത് നിന്ന് അവൻ നോക്കി, സ്വർഗത്തിൽ നിന്ന് അവൻ നമ്മെ നോക്കി കടാക്ഷിക്കുവോളം കരയുന്ന ഒരു പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് ഇന്ന് രാത്രി നമുക്ക് കടന്നു വരാം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ ദൈവസന്നിധിയിൽ ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം?
അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ വലങ്കരം ഒന്ന് മാറോടൊന്ന് ചേർത്ത് വെച്ച് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിലേക്ക് വരികയാണ്. എവിടെയൊക്കെയോ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സുഖങ്ങളുടെ നന്മയുടെ നടുവിൽ കരയുന്ന കണ്ണുനീരിൻ്റെ അനുഭവം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ ഇന്ന് രാത്രിയിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ആ പ്രാർത്ഥനയുടെ അനുഭവം, ആ പ്രാർത്ഥനയുടെ അഭിഷേകം ഞങ്ങളുടെ മേലൊന്ന് പകരണമേ. ഇന്ന് രാത്രി ഞങ്ങൾ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കാൻ, രാത്രി യാമങ്ങളിൽ എഴുന്നേറ്റിരുന്നു പ്രാർത്ഥിക്കാൻ, രാത്രികളെ ഹല്ലേലൂയ പോരാട്ടത്തിൻ്റെ സമയമാക്കി മാറ്റാൻ, ഉടലമന രകൽക്കമന ശബ്ദൽ പ്രബനഘടകശിയ ഇരുളിൻ്റെ വ്യാപാരങ്ങളെ ആത്മാവിൽ പോരാടി ജയിക്കാൻ, കമാൻ ഇരുളിൻ്റെ വ്യാപാരങ്ങളെ ആത്മാവിൽ പോരാടി ജയിക്കാൻ ഒരഭിഷേകത്തിൻ്റെ പകർച്ച, ഒരു അഭിഷേകത്തിൻ്റെ പകർച്ച ഞങ്ങളുടെ മേൽ തരണമേ അപ്പാ. ഒരഭിഷേകത്തിൻ്റെ പകർച്ച ഞങ്ങളുടെ മേൽ തരണമേ അപ്പാ. മുമ്പിൽ വന്നിരിക്കുന്ന പ്രതികൂലങ്ങളെ ആത്മാവിൽ കണ്ടു പ്രാർത്ഥിക്കാൻ, ആത്മാവിൽ കണ്ടു പോരാടാൻ, ആമേൻ ഹല്ലേലൂയ, അങ്ങനെയുള്ളൊരു ദർശനമുള്ള കണ്ണുകളെ ഞങ്ങൾക്കൊന്ന് തരണമേ അപ്പാ. ഇന്ന് രാത്രി അങ്ങനെ ഒരു അഭിഷേകത്തെ ഞങ്ങളുടെ മേലൊന്ന് പകരണമേ, അങ്ങനെ ഒരു അഭിഷേകത്തെ ഞങ്ങളുടെ മേലൊന്ന് പകരണമേ അപ്പാ. ഇന്ന് രാത്രി കരയുന്ന പ്രാർത്ഥനാ പോരാളികളെ ഇവിടെ നിന്ന് എഴുന്നേൽപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഒന്ന് കരമടിച്ച് ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ? അല്പസമയം ഒന്ന് കരമടിച്ച് ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ, ആമേൻ, ഉയരത്തിൽ നിന്നൊരു അഗ്നികഷണം വീഴുന്നത് പോലെ, ഉയരത്തിൽ നിന്നൊരു അഗ്നികഷണം വീഴുന്നത് പോലെ അങ്ങയുടെ പ്രാർത്ഥനയുടെ അഭിഷേകത്തെ ഞങ്ങളുടെ മേലൊന്ന് പകരണമേ അപ്പാ. മാളിക മുറിയിൽ വ്യാപരിച്ചതുപോലെ ഒരാത്മശക്തിയുടെ വ്യാപാരം ഞങ്ങളുടെ മേലൊന്ന് പകരണമേ. ഞാനത് കാണുകയാണ്. ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില കെട്ടുകൾ അഴിയുന്നത്, ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില പോരാട്ടങ്ങൾ പരിശുദ്ധാത്മാവ് നിർത്തൽ ചെയ്യുന്നത്, ഇവിടെ നിന്ന് കണ്ണുനീരൊഴിക്കുമ്പോൾ ഞാൻ ആത്മാവിലെ ദൂത് കൈമാറുക. ഈ ഉപവാസ പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുമ്പ് ചില ദൈവപ്രവർത്തികൾ നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുവാൻ, ദൈവപ്രവർത്തികൾ സഭയ്ക്കകത്ത് വെളിപ്പെടുവാൻ, ഒരു പരിശുദ്ധാത്മാവിന്റെ ആത്മനദിയുടെ പ്രവാഹം വെളിപ്പെടുവാൻ, ഒരു കരച്ചിലിന്റെ അനുഭവത്തെ, ആമേൻ, ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തെ, ആമേൻ, ഒരു സമർപ്പണത്തിന്റെ അനുഭവത്തെ അല്പസമയം ഒന്ന് വിട്ടുകൊടുത്തൊന്ന് ആരാധിച്ച്, ഒന്ന് വിട്ടുകൊടുത്തൊന്ന് ആരാധിച്ച്. ആദിമസഭയിൽ ആ ദൈവശക്തി വെളിപ്പെട്ടപ്പോൾ അവർ വിട്ടുകൊടുത്ത ദൈവത്തിന്റെ സന്നിധി പാടുകയും ആരാധിക്കുകയും ചെയ്തു. വചനം പറയുന്നു, പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോൾ അവർ ആത്മാവിൽ യുദ്ധം ചെയ്തു, ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചു. അവർ ആത്മാവിൽ ദൈവത്തിനോട് പ്രതികരിച്ചപ്പോൾ, സാന്നിധ്യത്തോട് പ്രതികരിച്ചപ്പോൾ ബന്ധനങ്ങൾ അഴിഞ്ഞു, കെട്ടുകൾ പൊട്ടി, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി. ഇന്ന് രാത്രിയിൽ ഒന്ന് വിട്ടുകൊടുത്ത് ആത്മാവിലൊന്ന് പോരാടി